എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ സെക്ഷൻ കൺട്രോളർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ ഒരു ഗ്ലിംസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സമയം കളയാതെ തന്നെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള പ്രധാന ഡേറ്റുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീയതികൾ, അതുപോലെ തന്നെ എക്സാമിനേഷന്റെ ഫീസ്, സെക്ഷനുകളുടെ പരീക്ഷയുടെ ഫീസ് എത്രയാണ്, പരീക്ഷ ഒറ്റ നോട്ടത്തിൽ പരീക്ഷയുടെ യോഗ്യതകൾ, അതിന്റെ പ്രായപരിധി, അതിന്റെ ക്വാളിഫിക്കേഷൻ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് തുടങ്ങിയ സംഭവങ്ങൾ, അതുപോലെ തന്നെ എക്സാമിന്റെ പാറ്റേൺ എന്താണ്, എക്സാമിന്റെ സിലബസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് പുറകെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളത്തിന്റെ യൂട്യൂബ് ചാനൽ, സ്കോർ റെയിൽവേ മലയാളത്തിന്റെ ടെലഗ്രാം ചാനൽ, അതുപോലെ തന്നെ സ്കോർ റെയിൽവേ മലയാളത്തിന്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും, എല്ലാ നോട്ടീസുകളും, എല്ലാ റിസൾട്ടുകളും ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കൃത്യതയിൽ പുറത്തു കൊണ്ടുവരുന്ന ഒരു ചാനലാണ് നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽസ് അതിന്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഓരോരോ കാര്യങ്ങളിലേക്കായിട്ട് കടക്കാം. നോട്ടിഫിക്കേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഡേറ്റുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിൽ പതിപ്പിക്കുക. മറക്കാതെ ഈ പറയുന്ന വിൻഡോയ്ക്കകത്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ വിൻഡോയിൽ എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡിഫിക്കേഷൻ വിൻഡോ അല്ലെങ്കിൽ കറക്ഷൻ വിൻഡോയ്ക്കുള്ള സമയവും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത RRBയും നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഡാറ്റകളും തിരുത്താനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള ഡാറ്റാസ് മാത്രമേ തിരുത്താനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മോഡിഫിക്കേഷൻ വിൻഡോ അല്ലെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള RRB നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റില്ല. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ള ഇമെയിൽ ID, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പേര് തുടങ്ങിയ സംഭവങ്ങൾ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റില്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓരോ ചേഞ്ചിനും നിങ്ങൾക്ക് പൈസ അടയ്ക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ഈ ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുന്നേ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ഡേറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഇനി എക്സാമിന്റെ ഫീസ് എത്രയാണ്? ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകളുടെയും ഫീസ് 500 രൂപയാണ്. 500 രൂപ ഫീസ് ആർക്കൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫീസ് എക്സംഷൻ ഉള്ള അല്ലെങ്കിൽ ഇളവുള്ള ആളുകളുണ്ട്, 250 രൂപ അടയ്ക്കേണ്ട ആളുകളുണ്ട്. ആദ്യം അവരുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ, ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, മൈനോറിറ്റി ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ശ്രദ്ധിക്കണം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ല, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിനകത്ത് EBCക്കകത്ത് പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് എക്സാമിനറിന്റെ ഫീസ് എന്ന് പറയുന്നത്. ഇനി അതല്ലാത്ത ഈ പറഞ്ഞ കാറ്റഗറിയിലല്ലാത്ത എല്ലാവരും 500 രൂപ അടയ്ക്കണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ അടച്ചവർക്ക് 400 രൂപയും 250 രൂപ അടച്ചവർക്ക് 250 രൂപയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അവിടെ സൈഡ് നോട്ടായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പല കുട്ടികളും പറയുന്നുണ്ട് അവർക്ക് റീഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പർ ഏതാണെന്നും ആരുടെ അക്കൗണ്ട് ആണെന്നുള്ളതും വ്യക്തമായിട്ട് ഇപ്പോഴേ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇതിന് മുന്നേ സംഭവിച്ചത് എന്തൊക്കെയാ വെച്ചാൽ, പല നോട്ടിഫിക്കേഷൻസും വരുന്ന എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ ഡിലേ ആയപ്പോൾ ആരുടെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്നോ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കാം. ആ അക്കൗണ്ടിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റീഫണ്ട് പോകുന്നുണ്ടാവുക. അപ്പൊ എന്റെ അക്കൗണ്ടിൽ പൈസ കയറിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ പൈസ അടയ്ക്കുന്നത് അത് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പരീക്ഷയെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് നോക്കാം. പരീക്ഷ സെക്ഷൻ കൺട്രോളർ എക്സാം എന്ന് പറയുന്നത് ലെവൽ 6 പോസ്റ്റ് ആണ്. ലെവൽ 6 പോസ്റ്റുള്ള മറ്റ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ജൂനിയർ എഞ്ചിനീയർ എക്സാം, മറ്റൊന്ന് NTPCക്കകത്തുള്ള CCTC എന്ന് പറയുന്ന പോസ്റ്റും സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റും. ഇതെല്ലാം ലെവൽ 6 തസ്തികയാണ്. ആക്ച്വലി സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്ററേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന, അതിൽ ഒരേ പേ ലെവൽ ആണെന്നുണ്ടെങ്കിലും ജോബ് നേച്ചറിൽ ഒരു പടി കൂടി മുകളിൽ നിൽക്കുന്ന, ഹൈറാർക്കി വൈസ് ഒരു പടി കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. ഉത്തരവാദിത്തം കൂടുതലുള്ള ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ. പേ മെട്രിക്സ് വരുന്നത് 35,400 ആണ്. അലവൻസ്, ഒരുപാട് അലവൻസുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻഹാൻഡ് സാലറി അറൌണ്ട് ഒരു 55,000 to 60,000 സാലറി ലഭ്യമാകുന്ന ഒരു ജോലിയാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്.
ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മതി. അത് ബിടെക് ആവണം നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു ഡിഗ്രി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പ്രായപരിധി എത്രയാണ് വരുന്നത്? 20 വയസ്സാണ്. RRB കണ്ടക്ട് ചെയ്യുന്ന മറ്റ് പരീക്ഷകളെ പോലെ 18 വയസ്സല്ല ഇതിന്റെ താഴ്ന്ന പ്രായപരിധി. ഇതിന്റെ ഏറ്റവും താഴ്ന്ന പ്രായപരിധി വരുന്നത് 20 ആണ്. 20 മുതൽ 33 വരെയുള്ള UR EWS, 20 മുതൽ 36 വരെയുള്ള OBC NCL കാൻഡിഡേറ്റ്സ്, 20 മുതൽ 38 വരെയുള്ള SC ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ് വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ് വരുന്നത്. A2ന്റെ പ്രത്യേകത എന്താ? കന്നഡ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കന്നഡ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ സ്പെക്സ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഐം സോറി, നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, അപ്ലൈ ചെയ്യാം, പരീക്ഷ എഴുതാം. പക്ഷെ മെഡിക്കലി നിങ്ങൾ അൺഫിറ്റ് ആയിരിക്കും. നിങ്ങളുടെ പരീക്ഷ ക്ലിയർ ആയി നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ ചെന്ന് മെഡിക്കൽ എക്സാമിനേഷന് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സെക്ഷൻ കൺട്രോളർ അതിന്റെ ഒരു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കന്നഡ ഉപയോഗിക്കാത്ത പെർഫെക്റ്റ് ഐ വിഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഓൾറെഡി നിങ്ങൾ ഒരുപാട് മുന്നിലാണ്. കാരണം ഒരുപാട് പേര് മെഡിക്കലി അൺഫിറ്റ് ആയിട്ട് ഇതിനകത്ത് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങേയറ്റം മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലുള്ള ഒരു പോസ്റ്റാണ്. ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം കഴിഞ്ഞാൽ രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ് ആവശ്യമുള്ള 2 പോസ്റ്റുകളാണ്. അതിലൊന്നാണ് ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ, മറ്റൊന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ. ഈ 2 പോസ്റ്റിനും കന്നഡ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ALPക്കും കന്നഡ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി വേക്കൻസീസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. 300-ൽ പരം ഒഴിവുകളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇത്തവണ അത്രയും ഒഴിവുകളില്ല. ഒഴിവ് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ പറയുന്ന എല്ലാം ചേർന്ന് വരുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സാലറി എല്ലാം കൂടുതലായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതാണ് പരീക്ഷയെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഏറ്റവും ആദ്യം കണ്ടക്ട് ചെയ്യുക. അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. രണ്ടിന്റെയും മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. ഒന്നിലും നിങ്ങൾക്ക് ഉഴപ്പാനായിട്ട് പറ്റില്ല. 2 പരീക്ഷയിലും മാക്സിമം നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെ ഒരു 4 സ്റ്റേജുകളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. DV ബാർ മെഡിക്കൽ എക്സാമിനേഷൻ ഞാൻ ഒറ്റ സ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി രണ്ട് സ്റ്റേജ് ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമിന്റെ ഒരു സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റേജസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട വിഷയങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി 60 ചോദ്യങ്ങൾ 60 മാർക്ക്, ലോജിക്കൽ കേപ്പബിലിറ്റി 20 ചോദ്യങ്ങൾ 20 മാർക്ക്, മെന്റൽ റീസണിങ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്, അങ്ങനെ മൊത്തം 100 ചോദ്യങ്ങൾ 100 മാർക്ക്, 120 മിനിറ്റ്. സാധാരണ 90 മിനിറ്റിന് 100 മാർക്കിന്റെ പരീക്ഷയാണ്. പക്ഷെ ഇവിടെ 2 മണിക്കൂറിനാണ് 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നത്. സമയം നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് തന്നെ വേണം കാണാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് GK ഇല്ല, ഇതിനകത്ത് സയൻസ് ഇല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം മാത്സ് ആൻഡ് റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. നിങ്ങളുടെ ഫോക്കസ് വളരെ വ്യക്തമാണ് ഏത് സിലബസിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ആ ഫോക്കസ് കൃത്യമായിട്ട് കൊടുത്ത് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 100 ചോദ്യങ്ങൾ 120 മിനിറ്റ് അഥവാ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനകത്തും ഈ സിലബസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, നോക്കാവുന്നതാണ്. ഇനി ഈ വരുന്ന ജൂലൈ 17-ാം തീയതി സെക്ഷൻ കൺട്രോളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സെക്ഷൻ കൺട്രോളർ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ജൂലൈ 17-നാണ് നമ്മൾ ലോഞ്ചിങ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. സെക്ഷൻ കൺട്രോളർ എക്സാമിന്റെ നമ്മൾ മറ്റെല്ലാ എക്സാംസിനും ചെയ്യുന്നത് പോലെ തന്നെ ഒരു 120 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാനോടുകൂടിയാണ് സെക്ഷൻ കൺട്രോളർ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. 120 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ്, ഓരോ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ടെസ്റ്റുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾ, ആ ഷെഡ്യൂൾ പ്രകാരം ക്ലാസ്സുകളും ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ സെക്ഷൻ കൺട്രോളർ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റി. നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ നോക്കിയാലോ നമ്മുടെ കോഴ്സ് എടുത്ത് നോക്കിയാലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ കൺട്രോളർ ഈ വർഷം സ്കോർ ടീമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമന്റ് ആയിട്ടോ കൊടുക്കാം. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കരുത്, ജൂലൈ 15-നാണ് സെക്ഷൻ കൺട്രോളറിന്റെ ജൂലൈ 17-നാണ് നമ്മൾ സെക്ഷൻ കൺട്രോളറിന്റെ ഈ പറയുന്ന കോഴ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.